എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പൂന്താനത്ത് നമ്പൂതിരിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ പൂന്താനത്ത് തിരുമേനി ആരായിരുന്നു എന്നുള്ളത്. കൃഷ്ണൻ്റെ ഏറ്റവും ഭക്തന്മാരിൽ തന്നെ വളരെ ശ്രേഷ്ഠനായിട്ട്, ഭക്തന്മാരിൽ ശ്രേഷ്ഠൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പറയാനുള്ള കാരണം ആൾക്ക് കണ്ണൻ പ്രത്യക്ഷത്തിലായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ടുകൂടെയാണ് കേട്ടോ. ഭക്തന്മാരിൽ ശ്രേഷ്ഠനോ അധമനോ അങ്ങനെയൊന്നും ഇല്ല, എനിക്കറിയാം. പക്ഷേ നമ്മളിപ്പോൾ ഈ സ്വപ്നത്തിലും അല്ലെങ്കിൽ ആ ഒരു ദർശനം ഇങ്ങനെ പല അനുഭവത്തിലും കാണുന്ന മാതിരിയല്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വേർഡ് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൂന്താനത്ത് നമ്പൂതിരിനെ കുറിച്ചിട്ടുള്ളൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത് ഞാനിവിടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഐതിഹ്യമാലയിൽ പ്രസ്താവിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പൂന്താനത്ത് നമ്പൂതിരി വേദാർഹനല്ലാത്ത ഒരു ബ്രാഹ്മണനായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. ബാല്യകാലത്ത് കുറച്ചേതാണ്ടൊക്കെ പഠിച്ചിരുന്നു എന്നല്ലാതെ അദ്ദേഹം ഒരു വിദ്വാനൊന്നും അല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇല്ലം വരുന്നത് ബ്രിട്ടീഷ് സീമയിൽ അങ്ങാടിപ്പുറം എന്നുള്ള ദിക്കിലായിരുന്നു. ഈ പൂന്താനത്ത് നമ്പൂതിരിയും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും ജീവിച്ചിരുന്നത് ഏകദേശം ഒരേ കാലത്തോ ആയിരുന്നു. അതായത് ഭട്ടതിരിയുടെ നാരായണിയും ഉണ്ടാക്കി കുറ തീർന്നത് അതിലെ ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ള കലിസംഖ്യ കൊണ്ട് കൊല്ലവർഷം 762 ആണ്ട് വൃശ്ചിക മാസം 28 തീയതി ആണെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിനാൽ പൂന്താനത്ത് നമ്പൂതിരി ജീവിച്ചിരുന്നത് കൊല്ലം 8-ാം ശതാബ്ദത്തിലായിരുന്നു എന്നും തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഈ പൂന്താനത്ത് തിരുമേനിക്ക് വളരെ ആഗ്രഹിച്ചിരുന്ന് സീമന്തപുത്രനായിട്ടൊരു ഉണ്ണി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉണ്ണിയുടെ അന്നപ്രാശന അടിയന്തരം, അതായത് ചോറൂണിന് ഈ എല്ലാ ജനങ്ങളെയും സ്വജനങ്ങളെയും ഇല്ലങ്ങളിലേക്കൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. മുഹൂർത്തം വന്നിട്ട് രാത്രിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ക്ഷണപ്രകാരം വന്നു ചേർന്നിട്ടുള്ള എല്ലാ അന്തർജനങ്ങളും അവരുടെ വസ്ത്രങ്ങളും ഭാണ്ഡങ്ങളും ഒക്കെ ആ ഒരു ഇല്ലത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയുണ്ടായി. അപ്പോൾ ആ സ്ഥലത്ത് തന്നെയാണ് ഈ ഉണ്ണീനെ ഉറുക്കി കിടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരിത് കാണാതെ അറിയാതെ, രാത്രിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇരുട്ടത്ത് അറിയാതെ ഈ കുട്ടിയുടെ മേലെയാണ്, ഉണ്ണിയുടെ മേലെയാണ് ഈ വസ്ത്രവും ഭാണ്ഡമൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടായിരുന്നത്. ചോറൂണിന് സമയമായിരുന്നപ്പോൾ, മുഹൂർത്തം എടുത്തപ്പോൾ ഉണ്ണിയുടെ അമ്മ വന്നിട്ട് ഉണ്ണീനെ കുടിപ്പിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ഉണ്ണി വന്നിട്ട് ശ്വാസം മുട്ടി മരിച്ചിരിക്കുന്നതായി കണ്ടത്. അപ്പോൾ അവിടെ കൂടിയിരുന്നവർക്കും വിശേഷിച്ച് ഈ ഉണ്ണിയുടെ മാതാപിതാക്കൾക്കും ഉണ്ടായ ഒരു വിഷമം എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് പറയാതെ തന്നെ അറിയാലോ. പ്രകൃതിയാ തന്നെ ഒരു വിഷ്ണു ഭക്തനും സാധുവുമായിരുന്ന പൂന്താനത്ത് നമ്പൂതിരി ഉണ്ണി മരിച്ചതോടുകൂടെ കൂടുതൽ ഒരു വിരക്തനും കൂടെ ആയിത്തീർന്നു. അദ്ദേഹം തൻ്റെ പുത്രൻ മരിച്ചതിനാലുള്ള വ്യസനത്തോടു കൂടിയിട്ടാണ് ഈ ഒരു കൃതി, അതായത് പ്രസിദ്ധമായ ജ്ഞാനപ്പാന ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. അത്യന്തം ദുസ്സഹമായ വ്യസനങ്ങൾ നേരിടുന്ന കാലങ്ങളിൽ ഈ ഒരു ജ്ഞാനപ്പാന വായിച്ചാൽ മനസ്സിന് വളരെ സമാധാനം ഉണ്ടാകുമെന്നതിനുള്ള ഒരു സംശയമില്ല. ഇത് എല്ലാവർക്കും അർത്ഥം മനസ്സിലാകത്തക്കവണ്ണം വളരെ ലളിതവും സരസവുമായിട്ടാണ് ഇത് രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഉണ്ണി മരിച്ചതിന് ശേഷം പൂന്താനത്ത് നമ്പൂതിരി കുളിയും ജപവും പ്രദക്ഷിണവും നമസ്കാരവുമായി മിക്കവാറും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നിരുന്നത്. ആ സമയത്ത് അക്കാലത്താണ് ഭജനത്തിനായിട്ട് മേൽപ്പത്തൂർ ഭട്ടതിരിയും അവിടെ ചെന്ന് ചേർന്നത്. നാരായണ ഭട്ടതിരി നാരായണീയം ഉണ്ടാക്കാനായി ആരംഭിച്ചപ്പോൾ ഈ പൂന്താനത്ത് നമ്പൂതിരി സന്താനഗോപാലം സന്താനകരമായിട്ടുള്ളതാണല്ലോ എന്ന് വിചാരിച്ച് ആ കഥ ഒരു പാനയായിട്ടുണ്ടാക്കാനും തുടങ്ങി. അതിവിദ്വാനും വേദജ്ഞനുമായിരുന്ന നാരായണ ഭട്ടതിരിക്ക് ഭാഷാ കവിതയെക്കുറിച്ചും വേദഹീനനും അവ്യുൽപ്പന്നനുമായ പൂന്താനത്ത് നമ്പൂതിരിയെക്കുറിച്ചും ആന്തരത്താൽ വളരെ പുച്ഛമുണ്ടായിരുന്നു. സാധുവായിട്ടുള്ള ഈ ഒരു നമ്പൂതിരി ആ സൂക്ഷ്മാവസ്ഥ അറിയാതെ ഒരു ദിവസം താനുണ്ടാക്കിയ ഏതാനുമായിരുന്ന സന്താനഗോപാലം പാന ഈ ഭട്ടതിരിയുടെ അടുക്കൽ കൊണ്ടു ചെന്നിട്ട് ഒന്ന് പിഴ നോക്കി തിരുത്തി കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഈ ഭട്ടതിരി ഭാഷാ കവിതയിൽ നോക്കാൻ എന്തിരിക്കുന്നു, അതിൽ അബദ്ധമല്ലാതെ വല്ലതും കാണുമോ, വിശേഷിച്ചും പൂന്താനത്തിന് വിഭക്തി ഉറച്ചിട്ടുമില്ല, അതിനാൽ അത് മുഴുവൻ പിഴ തന്നെയായിരിക്കും എന്നും പറഞ്ഞു. പലരും കേൾക്കെ ഭട്ടതിരി ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്പൂതിരിക്ക് വ്യസനം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരഞ്ഞുപോയി. ഈ ഒരു സമയത്ത് ശ്രീകോവിലിനകത്ത് നിന്ന് പൂന്താനത്തിന് ഭട്ടതിരിയോളം വിഭക്തി ഉറച്ചിട്ടില്ലെങ്കിലും ഭട്ടതിരിയേക്കാൾ ഭക്തി ഉറച്ചിട്ടുണ്ട് എന്നൊരു അശരീരി വാക്കുണ്ടായി. ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു അരുൾപ്പാട് കേട്ടപ്പോൾ ഭട്ടതിരിക്ക് വളരെ വ്യസനവും ലജ്ജയും പശ്ചാത്താപവും ഉണ്ടായെന്ന് പറയണമെന്നില്ലല്ലോ. കാരണം എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് അപമാനിച്ച സ്വന്തം ഭക്തനെ കാക്കാൻ ഗുരുവായൂരപ്പൻ തന്നെ നേരിട്ട് ഒരു അശരീരിയോടെ എത്തി എന്നുള്ളതാണ്. ഈ ഒരു അശരീരി കേട്ട് ഭട്ടതിരി നമ്പൂതിരി അന്വേഷിച്ച് ചെന്നപ്പോൾ നമ്പൂതിരി വ്യസനിച്ച് കരഞ്ഞുകൊണ്ട് ഈ അമ്പലത്തിൻ്റെ ഒരു കോണിൽ പോയി കിടക്കുന്ന അറിഞ്ഞിട്ട് അവിടെ ചെന്ന്, ഹേ പൂന്താനം, ഞാൻ പറഞ്ഞതുകൊണ്ട് മുഷിഞ്ഞു വന്ന് കിടക്കുകയാണോ? ഞാനിപ്പോൾ ഒരു മനോരാജ്യം വിചാരിച്ചു കൊണ്ടിരുന്നതിന് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പൂന്താനത്തിൻ്റെ കവിത വളരെ നല്ലതാണ്, അങ്ങയുടെ ജ്ഞാനപ്പാന കൊണ്ട് തന്നെ സർവ്വസമ്മതമായിട്ടുള്ളതല്ലേ എന്നുള്ള രീതിയിലൊക്കെ സമാധാനിപ്പിച്ചു. പിന്നെ ഞാൻ എങ്ങനെയാണ് നിരമ്പോക്കായിട്ട് പറഞ്ഞതിന് ഇത്ര മനസ്താപപ്പെടാനുണ്ടോ? സന്താനഗോപാലം തീർന്നിടത്തോളം കാണട്ടെ, ഞാൻ നോക്കി തിരുത്തി തരാമല്ലോ എന്നും പറഞ്ഞു.
അപ്പോൾ നമ്പൂരിയെ സമാശ്വാസിപ്പിക്കുകയും സന്താനഗോപാലം വാങ്ങി തീർന്നയിടത്തോളം ഭാഗം മുഴുവനും നോക്കി അതിനെക്കുറിച്ച് വളരെ ശ്ലാഘിച്ച് പറഞ്ഞ് നമ്പൂരിയെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. സന്താനഗോപാലത്തിൽ ശ്രീകൃഷ്ണനും അർജുനനും കൂടെ വൈകുണ്ഠത്തിൽ ചെന്ന ഭാഗത്ത് വൈകുണ്ഠത്തെ ഏതു പ്രകാരമാണ് വർണ്ണിക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്പൂരി ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ ഗുരുവായൂരപ്പൻ തന്നെ വൈകുണ്ഠത്തെ നമ്പൂരിക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തുവെന്നും അതിൻ പ്രകാരമാണ് ഈ നമ്പൂരി വർണ്ണിച്ചിരിക്കുന്നതെന്നും കേട്ടുകേഴ്വിയുണ്ട്. ഭട്ടതിരിയുടെ നാരായണീയം മുഴുവനും തീർന്ന ദിവസം തന്നെയാണ് പൂന്താനത്ത് തിരുമേനിയുടെയും സന്താനഗോപാലം പനയും കുറ തീർന്നതെന്നാണ് കേൾവി. കുറ തീർന്നതെന്ന് പറയുമ്പോൾ പൂർത്തിയായത് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഭക്തശിരോമണിയായ പൂന്താനത്ത് നമ്പൂരിയെ യോഗ്യനാക്കാൻ വേണ്ടി ഗുരുവായൂരപ്പൻ പലരെയും അഭദ്രാക്കിയിട്ടുള്ളതായി പല കഥകളുമുണ്ട്. അതിലൊരു കഥയാണ് ഞാനിവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ ഒരു കഥ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ കൂടെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ എത്ര കേട്ടാലും മതി വരാത്ത കൃഷ്ണകഥയാണല്ലോ, അതുകൊണ്ടുകൂടെ ഞാനിവിടെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം നമ്പൂരി ഒരു സ്തോത്രമൊക്കെ ജപിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിൽ പത്മനാഭോ മരപ്രഭു എന്ന് ചൊല്ലി. അപ്പോൾ ഇത് കേട്ടിട്ട് വിദ്വാനായ മറ്റൊരു നമ്പൂരി പറഞ്ഞു, വിഡ്ഢി, മരപ്രഭു അല്ല അമരപ്രഭുവാണ് എന്ന് പരിഹാസത്തോടെ. അപ്പോൾ പത്മനാഭോ അമരപ്രഭു എന്ന് സന്ധി ചേർത്ത് ചൊല്ലുക തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മരപ്രഭു ആരാണ്? ഞാൻ മരപ്രഭുവുമാണ് എന്നൊരു അശരീര വാക്ക് ശ്രീകോവിലിനകത്ത് നിന്ന് കേൾക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ വിദ്വാൻ നമ്പൂരി അബദ്ധനായി തീർന്നു എന്നുള്ളത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. പൂന്താനത്ത് നമ്പൂരിക്ക് വ്യുൽപ്പത്തി ഇല്ലായിരുന്നുവെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലിരുന്ന് പല വിദ്വാൻമാർ ഭാഗവതം വായിച്ച് അർത്ഥം പറയുന്നത് കേട്ട് അദ്ദേഹത്തിന് ഭാഗവതം ഏതു ഭാഗം വായിക്കുന്നത് കേട്ടാലും അർത്ഥം പറയാനും അറിയാമായിരുന്നു. എന്ന് മാത്രമല്ല, ഭക്തനായ അദ്ദേഹം ഭക്തിരസത്തോടുകൂടെ അർത്ഥം പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും വളരെ കൗതുകവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒടുക്കം ഭാഗവതം ആര് വായിച്ചാലും അർത്ഥം പറയാൻ പൂന്താനത്ത് നമ്പൂരി വേണമെന്ന് ജനങ്ങൾക്ക് നിർബന്ധമായി തീർന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ വിദ്വാൻമാരായ ചിലർക്ക് ഈ നമ്പൂരിയോട് കുറേശ്ശെ അസൂയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ആര് വായിച്ചാലും അർത്ഥം പറയുക പൂന്താനത്ത് നമ്പൂരി തന്നെ എന്ന് പതിവായി തീർന്നു അവിടെ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭാഗവതം വായന പതിവായിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. ഒരു ദിവസം ഒരു വിദ്വാൻ വായിക്കാനും പൂന്താനത്ത് നമ്പൂരി അർത്ഥം പറയാനുമായിട്ട് തുടങ്ങി. വായന കേൾക്കാൻ പണ്ഡിതന്മാരും പാമരന്മാരുമായിട്ട് അസംഖ്യം ജനങ്ങളും അവിടെ വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. അന്ന് വായിച്ചിട്ടുള്ള ഭാഗം രുക്മിണി സ്വയംവരം കഥയായിരുന്നു. വ്യുൽപ്പത്തി ഇല്ലാതിരുന്നാൽ തന്നെ നമ്പൂരി അർത്ഥം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മനോധർമ്മം അനുസരിച്ച് എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ശ്ലോകാർത്ഥം മനസ്സിലായിട്ട് ഒന്നുമല്ല. അതിനാൽ തന്നെ രുക്മിണി കൃഷ്ണൻ്റെ അടുക്കിലേക്ക് ബ്രാഹ്മണനെ പറഞ്ഞയക്കുന്ന ദിക്കിൽ നമ്പൂരി രുക്മിണി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബ്രാഹ്മണൻ്റെ കയ്യിൽ ഒരു എഴുത്തും കൊടുത്തയച്ചു എന്നാണ് അർത്ഥം പറഞ്ഞത്. എഴുത്തു കൊടുത്തയച്ചു എന്നുള്ളത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലാത്തതിനാൽ തന്നെ ഇത് കേട്ടുകൊണ്ടിരുന്ന വിദ്വാനായ ഒരു നമ്പൂരി പൂന്താന നമ്പൂരിയോട് പറഞ്ഞു, എഴുത്തു കൊടുത്തയച്ചു എന്നുള്ളത് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ പൂന്താനത്ത് നമ്പൂരി മറുപടി പറയാൻ നിവൃത്തിയില്ലാതെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ശ്രീകോവിലകത്തു നിന്ന് എഴുത്ത് കൊടുത്തയച്ചില്ല എന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ബ്രാഹ്മണൻ എൻ്റെ അടുക്കൽ വന്നപ്പോൾ രുക്മിണിയുടെ ഒരു എഴുത്തും കൂടെ കൊണ്ടുവന്നിരുന്നു എന്നൊരു അശരീരി വാക്കുകൂടെ കേൾക്കപ്പെട്ടു. ഇത് കേട്ടപ്പോൾ ദുശ്ചോദ്യം ചോദിച്ച നമ്പൂരി വളരെ മധ്യമനാവുകയും പൂന്താനത്ത് നമ്പൂരി സന്തോഷിക്കുകയും ശേഷമുള്ളവർ വളരെ അത്ഭുതപ്പെടുകയും ചെയ്തു. അതായത് കൃഷ്ണൻ്റെ ഒരു സാമീപ്യം അല്ലെങ്കിൽ ഈ പൂന്താനത്ത് നമ്പൂരി എവിടെ അപമാനിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ രക്ഷിക്കാൻ കൃഷ്ണൻ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് സാരം. ഇപ്രകാരം കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പൂന്താനത്ത് നമ്പൂരിയെക്കുറിച്ച് എല്ലാവർക്കും വളരെ ബഹുമാനമൊക്കെ ഉണ്ടായി തീർന്നു. ക്ഷേത്രത്തിൽ പതിവായിട്ട് നമസ്കാര ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഈ വേദജ്ഞന്മാരും വിദ്വാൻമാരുമായിട്ടുള്ള ബ്രാഹ്മണന്മാർ എത്ര ഉണ്ടായിരുന്നെങ്കിലും പൂന്താനത്ത് നമ്പൂരിയാണ് മാന്യസ്ഥാനത്ത് ഒന്നാമതായിട്ട് ഇരിക്കാറുള്ളത് സ്ഥിരമായിട്ട്. ക്രമേണ ആര് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് മാന്യസ്ഥാനത്തിരിക്കാമെന്നായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൂരസ്ഥനും വിദ്വാനും വേദജ്ഞനുമായൊരു നമ്പൂരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്പൂരിപ്പാട്ടിലേക്ക് ഊണ് ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ ക്ഷേത്രാധികാരിയായ നമ്പൂരി അന്ന് ഭക്ഷണത്തിന് മാന്യസ്ഥാനത്ത് നമ്പൂരിപ്പാടിനെ ഇരുത്തണമെന്ന് നിശ്ചയിച്ചു. പൂന്താനത്ത് നമ്പൂരി ഈ സംഗതി ഒന്നും അറിയാതെ നേരെ വന്ന് പതിവ് പോലെ ഊണുകാലമായപ്പോൾ മാന്യസ്ഥാനത്ത് ഒന്നാമനായിരുന്നു പോയി. അപ്പോൾ ക്ഷേത്രാധികാരി വന്ന് പറഞ്ഞു പൂന്താനത്ത് നമ്പൂരിയോട്, മഹായോഗ്യനായിരിക്കുന്ന ഒരു ഉത്തമ ബ്രാഹ്മണൻ ഇവിടെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇന്ന് താനിവിടെ ഇരിക്കുന്നത് ശരിയല്ല, ന്യായമായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അതിനാൽ വേഗം എണീറ്റ് മാറിയിരിക്കൂ എന്നുള്ള രീതിയിൽ ആജ്ഞാപിച്ചു. എങ്കിലും പല യോഗ്യന്മാർ കൂടി തനിക്ക് സമ്മതിച്ചു തന്നിരിക്കുന്ന മാന്യസ്ഥാനം വിട്ടുകൊടുക്കുന്നതിന് മനസ്സ് വരായകയാൽ പൂന്താനത്ത് നമ്പൂരി എണീറ്റ് മാറിയില്ല. അതിനാൽ ക്ഷേത്രാധികാരി അദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ചെണീപ്പിച്ചിട്ട് താൻ വേദാർഹനും വിദ്വാനുമല്ലാഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ അപമാനിച്ചതെന്ന് വിചാരിച്ച് പൂന്താനത്ത് നമ്പൂരി വളരെ വ്യസനമുണ്ടായിട്ട് പോവുകയും ചെയ്തു. കൈക്ക് പിടിച്ച് എണീപ്പിച്ച് വിട്ടു.
അപ്പോൾ അങ്ങനെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് അപ്പോഴും ശ്രീകോവിലിനകത്ത് നിന്ന് ഒരു അശരീരി ഉണ്ടായി. അതായത് പൂന്താനം ഇനി ഈ ദുഷ്ടന്മാരുടെ അടുക്കിൽ താമസിക്കുകയും ഇവിടെ വരികയും വേണ്ട, പൂന്താനത്തിന് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പൂന്താനത്തിൻ്റെ ഇല്ലത്ത് വന്നുകൊള്ളാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു അശരീരി കേട്ടപ്പോൾ തന്നെ നമ്പൂരിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിലേക്ക് പോവുകയും ചെയ്തു. നമ്പൂരി ഇല്ലത്ത് ചെന്നതിൻ്റെ ശേഷം ഭഗവാൻ വന്ന് കണ്ടല്ലാതെ ഊണ് കഴിക്കില്ലെന്ന് നിശ്ചയിച്ച് അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഭക്തവത്സനായ നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ നമ്പൂരിയുടെ ഇല്ലത്ത് എഴുന്നള്ളി. ഈ ഒരു ഭക്തശിരോമണിയായ നമ്പൂരി ഭക്തവത്സലനായ ഭഗവാനെ തൻ്റെ വാമഭാഗത്ത്, അതായത് ഇടതുഭാഗത്ത് പ്രത്യക്ഷമായി കണ്ടു. നമ്പൂരി ഉടനെ എണീച്ച് ഭഗവാനെ സാഷ്ടാംഗമായി നമസ്കരിച്ച് വന്ദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇനി പൂന്താനം എന്നെ ഇവിടെ ഇരുന്ന് സേവിച്ചാൽ മതി, എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്പൂരി ഭഗവാനെ കണ്ടതായിട്ടുള്ള ആ സ്ഥലത്ത് ഒരു അമ്പലം, അതായത് ശ്രീകോവിൽ മാത്രം പണി കഴിപ്പിച്ച് അവിടെ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തെ കൂടിയിരുത്തി പതിവായിട്ട് പൂജാ നിവേദ്യങ്ങൾ കഴിച്ച് സേവിച്ചുകൊണ്ടിരുന്നു. ആ സ്ഥലം നമ്പൂരി ഇരുന്നതിൻ്റെ ഇടതുവശത്തായിരുന്നതിനാൽ അമ്പലത്തിന് ഇടത്തുപുറത്തമ്പലം എന്ന് പേരിടുകയും ചെയ്തു. ഭാഗവതവും മറ്റും വായിച്ചു കേട്ടുണ്ടായ പദപരിചയം കൊണ്ടും ഭഗവത് ഭക്തി നിറഞ്ഞതുകൊണ്ടും ഭഗവത് കാരുണ്യം കൊണ്ടും പൂന്താനത്ത് നമ്പൂരി കാലക്രമേണ സംസ്കൃതത്തിലും കവിത ഉണ്ടാക്കാനൊക്കെ ശക്തനായി തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂന്താനത്ത് നമ്പൂരി ഗുരുവായൂർ ക്ഷേത്രം വിട്ട് ഇല്ലത്ത് സ്ഥിരതാമസമാക്കിയ സമയത്ത് തന്നെ ഭഗവത് കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിന് ദീർഘായുസോട് കൂടിയിട്ടുള്ള പുത്രസന്താനങ്ങൾ അത്യന്തം ഉണ്ടാവുകയും ധാരാളം ഉണ്ടാവുകയും അദ്ദേഹം പിന്നെയും വളരെ കാലം അർത്ഥപുത്രമിത്രാദികളോടും ഭഗവാങ്കൽ നിശ്ചലഞ്ചതയും സുദൃഢവുമായ ഭക്തിയോടും കൂടെ സുഖമാകും വണ്ണം ഒരുപാട് കാലം ജീവിച്ചിരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതൊന്നും ഒരു കഥയായി മാത്രം വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യങ്ങളല്ല കേട്ടോ. ഇവരൊക്കെ ഒരു കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യന്മാർ തന്നെയാണ്, റിയലായിട്ടുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ്. അത് നമ്മൾ ഈ ഒരു പുരാണങ്ങളിലോ ഐതിഹ്യങ്ങളിലോ മാത്രമല്ല, നമ്മുടെ ശാസ്ത്രരേഖകൾ എടുത്താൽ തന്നെ നമുക്കതിനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു അവസരത്തിൽ, അതായത് ആ ഒരു സമയത്ത് കൃഷ്ണൻ്റെ നേരിട്ട് ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഒരു എന്താ പറയുക, ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം കിട്ടി അല്ലെങ്കിൽ നേരിട്ട് കണ്ടു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കൂടെ നമുക്ക് കിട്ടുന്ന കുറേ അനുഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഈ കലിയുഗത്തിലും അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ പരമമായ ഭക്തി മാത്രമേ ഉള്ളൂ, വേറെ കളങ്കമോ അല്ലെങ്കിൽ വേറെ എന്താ പറയുക ദുസ്വാർത്ഥതയോ ഒന്നുമില്ല. ഇപ്പോൾ എന്തിനാ പറയുന്നത്, ഈ ഒരു പൂന്താനത്ത് നമ്പൂരിപ്പാടിൻ്റെ ഒരു ഉണ്ണി ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ, ആഗ്രഹിച്ച് മോഹിച്ച് കുറേ കാലത്തിന് ശേഷമാണ് ഒരു ഉണ്ണി ഉണ്ടാവുന്നത്. ആ ഒരു ഉണ്ണി മരിച്ചു പോയപ്പോൾ കൂടെ അദ്ദേഹം ഭക്തിയിലോട്ട് തിരിഞ്ഞു പോയതല്ലാതെ ഇപ്പോൾ പലരും നമുക്ക് തന്നെ ഒരെണ്ണം നഷ്ടപ്പെട്ട് കഴിഞ്ഞു വെച്ചാൽ എന്തെങ്കിലും ഒരു നഷ്ടം ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്താറുണ്ടല്ലേ. പക്ഷേ അദ്ദേഹം ഭക്തിയോട് കൂടുതൽ അടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം ഭഗവാൻ തന്നെ ഭക്തനിലേക്ക് വന്ന ഒരു ഇതാണ്, അതായത് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ടല്ലോ, എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അങ്ങോട്ട് വന്നോളാം. അത്ര പോലും മീൻസ് അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ ഭക്തൻ അപമാനിതനാവരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അത്രയും ഭക്തന്മാരോട് വാത്സല്യവും സ്നേഹവും കരുതലും ഒക്കെ ഉള്ളൊരു എന്താ പറയുക, ഒരു കുഞ്ഞി കണ്ണനാണ്, എന്താ പറയുക എനിക്കറിയില്ല, നമ്മുടെ ഉണ്ണിക്കണ്ണൻ വന്നിട്ട്. അപ്പോൾ ഒരു ഭക്തനെയും അദ്ദേഹം കരയാനായിട്ടോ അല്ലെങ്കിൽ വിഷമത്തിന് വിടാനായിട്ടോ അനുവദിക്കില്ല. അത് അറിയാലോ, നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലതിനായിരിക്കാം, ജീവിതത്തിലൊരു നല്ല കാര്യം നടക്കാനായിരിക്കാം നമുക്ക് ലൈഫിലൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് എന്ന് തന്നെയാണ് എനിക്ക് വിചാരിക്കാറുള്ളത്. നമ്മൾ ഭക്തി മാത്രം നമുക്ക് ഒന്നും ആഗ്രഹിച്ച് അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭജിക്കുകയല്ല വേണ്ടത്. നമ്മളെല്ലാം അദ്ദേഹത്തിന് സമർപ്പിച്ച് അല്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും അത് ഭഗവാന്റെ ഇച്ഛയാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ഇഷ്ടത്തോടെയാണ് എന്ന് വിചാരിച്ച് പറയുക. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം, മനുഷ്യനാണ്, ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. പക്ഷേ ഇന്നത് നടത്തി തരണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണേ, ഇന്നത് ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ഭഗവാനെ സമീപിക്കാതെ നമുക്ക് നമ്മളെ ഏറ്റവും നന്നായിട്ട്, ഇപ്പോൾ നമ്മുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും നന്നായിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയാം, അവർക്കറിയാം, ഒരു നല്ല അച്ഛനും അമ്മയ്ക്കും അറിയാം നമുക്ക് എന്താണ് നല്ലത്. ഓരോ സമയത്തും ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത്, കുട്ടികളായിരുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനോ ഉള്ള വിവേകബുദ്ധി ഇല്ലാത്ത സമയത്ത് വരെ നമ്മുടെ അച്ഛനും അമ്മയാണ് നമുക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിരുന്നത്. നമ്മളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം തന്ന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്ന് നമ്മുടെ
സെൽഫായിട്ട് നമ്മൾ സഫിഷ്യൻ്റായിട്ട് ഇരിക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്തിച്ചത് നമ്മുടെ മാതാപിതാക്കളാണ് അല്ലേ. അപ്പോൾ അവർ ചെയ്യുന്ന ആ ഒരു കടമ തന്നെയാണ് എനിക്ക് തോന്നുന്നു ദൈവത്തിനും ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കൃഷ്ണനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ്. ശിവനാണെന്നുണ്ടെങ്കിലും മുരുകനാണെങ്കിലും ഏതൊരു ദൈവമാണെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊരു ശക്തി അത് തന്നെ നമ്മളുടെ മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത പല കാര്യങ്ങളും ഉണ്ടാകുമല്ലോ. അത് മേ ബി മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തതെന്നൊന്നുമില്ല. മനുഷ്യനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും സാധിപ്പിക്കാൻ അല്ലെങ്കിൽ സാധിച്ചിട്ട് തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ചില സമയത്തെങ്കിലും നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും തമ്മിലൊരു കോർഡിനേഷൻ ഇല്ലാതെ പോവാം. അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം എന്നില്ല. നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ടൊന്നും അത് പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട്, ഇപ്പോൾ അതൊരു ഫ്രണ്ടാവാം, അല്ലെങ്കിൽ പാരൻസ് ആവാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ പാർട്ട്ണറാവാം, എങ്ങനെയാവാം, അങ്ങനെ ഒരു സപ്പോർട്ട് മാതിരി തന്നെയാണ് ദൈവത്തിനെയും നമ്മൾ കാണേണ്ടത്. ദൈവം അനുഗ്രഹിക്കും, അത് ശരിയാണ്. അനുഗ്രഹവും കാര്യങ്ങളും നമുക്കുള്ള ആ ഒരു സമയത്ത് നമ്മളുടെ റൈറ്റ് ചോയ്സ് അല്ലെങ്കിൽ നല്ല ബുദ്ധി തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കില്ലേ നമ്മൾ. നല്ല ബുദ്ധി തരണേ, കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലതാവണേ, ബാക്കിയുള്ളവർക്ക് ഉപദ്രവമൊന്നും ഉണ്ടാവരുതേ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ലേ. അതൊക്കെ ആ ഒരു പ്രാർത്ഥന മാത്രമാണ് വേണ്ടൂ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ബാക്കി എല്ലാവർക്കും നന്മ വരുത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്കും അതിൽ നന്മ തന്നെ, എല്ലാവർക്കും നന്മ വരുത്തണേ എന്ന് പറയുമ്പോൾ ആ എല്ലാവരിലും നമ്മൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു സ്വാർത്ഥ ചിന്തയോ അല്ലെങ്കിൽ എന്താ പറയുക എനിക്കിങ്ങനെ കിട്ടണേ ബാക്കിയുള്ളവൻ്റെ അത് പോണേ എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എഫക്റ്റ്, അല്ലെങ്കിൽ ദൈവം അതൊന്നും കേൾക്കാൻ പോകുന്നില്ല. അത് വേറെ കാര്യം കേട്ടോ. ഇപ്പോൾ എനിക്ക് നല്ല ഭക്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരാൾക്ക് നാശം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് വേറെ കാര്യം കൊണ്ട്. പക്ഷേ അങ്ങനെയല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കുറേ പേര് പറയുമല്ലോ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടെന്ന്. ആഗ്രഹ സാഫല്യം ശരിയാണ് ഒരു പരിധി വരെ, പക്ഷെ അത് നമ്മൾ പിടിച്ചു വാങ്ങേണ്ടതല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഭഗവാൻ അറിയാം നമുക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് നല്ലത് എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു കാര്യം വേണ്ടിയിട്ട്, ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് വാശി പിടിക്കുകയാണ്. അപ്പോൾ കണ്ണൻ അറിയാം അത് നമ്മൾക്ക് ഉപകാരമാണോ ഉപദ്രവമാണോ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് തന്നിട്ടില്ല, അത് നടത്തി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക നമുക്കതുകൊണ്ട് ഉപകാരമല്ല ഉപദ്രവേ ഉണ്ടാവുള്ളൂ എന്ന്. അത് പക്ഷേ നമ്മൾ പിന്നീട് മനസ്സിലാക്കും. അത് ഫ്യൂച്ചറിൽ നമുക്കത് തീർച്ചയായിട്ടും മനസ്സിലാവും. അന്ന് അങ്ങനെ ഉണ്ടായത് നന്നായി, അന്ന് കുറച്ച് കരഞ്ഞെങ്കിൽ കൂടെ അങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള ആ ഒരു രീതി മനസ്സിലായോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നല്ലതല്ലാത്ത ഒന്നും ഭഗവാൻ ചെയ്യില്ല. അതാണ് ഈ ഒരു കഥയിൽ എനിക്ക് മനസ്സിലായത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭക്തി, നമ്മൾ പരമമായ ഭക്തി, നമുക്ക് ഒരു നിഷ്കാമ പ്രവൃത്തി എന്ന് അങ്ങനെ എന്തോ പറയുമല്ലോ, അതായത് നമ്മൾ ഫലം ഇച്ഛിക്കാതെയുള്ള പ്രവൃത്തി നമുക്ക് നല്ലതേ ഉണ്ടാക്കുള്ളൂ. നമ്മൾ അതുകൊണ്ട് ഇന്നത് ചെയ്താൽ ഇന്നത് ഔട്ട്കം കിട്ടണം എന്നുള്ള രീതിയിൽ മാത്രം, നമ്മളൊരു സെർവൻ്റ് ഒന്നും അല്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലൊന്നും ഒരിക്കലും ട്രീറ്റ് ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതല്ലാതെ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്, അപ്പോൾ ഇത് നടത്തി തരണേ അല്ലെങ്കിൽ ഇന്നത് ചെയ്തു തരണേ അങ്ങനെ ഒരു രീതിയിൽ വാശി പിടിക്കുകയല്ല വേണ്ടത്. നമുക്ക് പറയാം, നമ്മളിപ്പോൾ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പരാതി പറയില്ലേ, അല്ലെങ്കിൽ ഇപ്പം ജസ്റ്റ് പറയില്ലേ എനിക്കിത് വേണമായിരുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ അപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ എന്ന് മാത്രം. നല്ലതാണെങ്കിൽ നമുക്കത് വന്നു ചേരുക ചെയ്യും, നമ്മുടെ കൈകളിൽ തന്നെ എത്തും, അത്ര തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പൂന്താനം തിരുമേനിയുടെ കഥ എന്ന് പറയുന്നത്. ഇത് ഒരുവിധം എല്ലാവരും കേട്ടിരിക്കുന്നതായിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കഥകൾ കേൾക്കാനും കഥകൾ പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും കൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.